പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിമന്യ സഹോദര മെത്രാപ്പോലിത്ത തിരുമേനിമാരെ, വൈദിക സഹോദരങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധനും പുണ്യവാനും താപസനുമായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമനസിലെ 123ാമത് ഓർമ്മ പെരുന്നാളിന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഖബറിനോട് ചേർന്ന ദേവാലയത്തിൽ നാം ഒത്തുകൂടുകയായി. 144-ാം സങ്കീർത്തനം 5-ാം വാക്യം ഈ അവസരം ആമുഖമായി ഞാൻ ഉദ്ധരിക്കട്ടെ. 144-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കീർത്തനകാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: യഹോവേ, ആകാശം ഛായിച്ച് ഇറങ്ങി വരേണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. ആകാശം എന്നതിന് സ്വർഗം എന്നും പറയുന്നത് സമുചിതമാണ്. പ്രത്യേകിച്ചും ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദർഭം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, യഹോവേ, സ്വർഗം ഛായിച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായി നമുക്ക് കാണാനാവും. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ടു മൂടി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൻ്റെ ഒരധ്യായമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സങ്കീർത്തനകാരൻ എന്തുകൊണ്ടാണ് ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ ഗാനം ഇവിടെ ആലപിക്കുന്നത്? ഈ ഗാനശകലത്തിന് കാലികമായ പ്രസക്തി ഉണ്ടോ? പ്രത്യേകിച്ചും പരുമല തിരുമേനിയുടെ ഓർമ്മ കഴിക്കുന്ന ഈ സന്ദർഭം നമ്മളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം പരിശോധിച്ച് കുടുംബങ്ങളുടെ ഈ സാഹചര്യത്തിലുള്ള പശ്ചാത്തലം ആത്മനിഷ്ഠയോടെ വിശകലനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ സമകാല സാഹചര്യം നമ്മൾ പരിശോധിച്ചുകൊണ്ട്, യഹോവേ, സ്വർഗം ഛായിച്ച് ഇറങ്ങി വരണമേ, പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. യഹോവ നമ്മളുടെ മധ്യേ ഇറങ്ങി വരണം. മോശയെപ്പോലെ ഒരു പ്രവാചകൻ, മോശയെപ്പോലെ ഒരു ദൈവപുരുഷൻ ദൈവസാന്നിധ്യത്തിലേക്ക് മല കയറുകേണ്ടതുമുണ്ട്. ഇതിന് അനുഗ്രഹീതമായ സാഹചര്യം ഒരുക്കുമാറ് ഇസ്രായേൽ ജനം 3 ദിവസം അവരെ തന്നെ നിർമ്മലമാക്കി ഒരുക്കിക്കൊണ്ട് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒത്തുകൂടുകയായി. പാളയം വിട്ട് പർവ്വതത്തിൻ്റെ സമീപത്തേക്ക് അവർ ഒരുക്കത്തോടെ അടുത്തു വരുമ്പോൾ ദൈവം സ്വർഗം ഛായിച്ച് ഇറങ്ങി വരുന്നു. പർവ്വതങ്ങൾ പുകയുമാറ് അവൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയായി. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇറങ്ങിവരവ് ഇടപെടലിൻ്റെ പ്രസക്തി എന്നുള്ളത് പ്രത്യേകം അടിവരയിടുന്നുണ്ട്. യഹോവ മോശയോട്
ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിന്, നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കണം, നിന്നെ എന്നേക്കും അവർ വിശ്വസിക്കുകയും വേണം. എന്തുകൊണ്ട് 123 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പരിശുദ്ധനായ പുണ്യവാനായ താപസനായ പരിമല തിരുമേനി നമ്മളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മാതൃക കാട്ടിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രസക്തമായി വരുന്നു. ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതകരമായി നമ്മളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം. സങ്കീർത്തനകാരൻ്റെ ആ കാലഘട്ടത്തിന് സമാനമായ ഒരു സമകാല സാഹചര്യം, ആ സാഹചര്യം ഗൗരവമായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ പരിമല തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും നമുക്ക് പ്രസക്തമായി ഏറെയേറെ അനുഭവപ്പെടും, സംശയമൊന്നുമില്ല. നാം സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ജനം അത് സൂക്ഷ്മതയോടെ ശ്രമിക്കേണ്ടതുണ്ട്. നാം സംസാരിക്കുന്നതിൻ്റെ ഉള്ളടക്കം അവർ വിശ്വസിക്കേണ്ടതുമുണ്ട്. നമ്മളുടെ ഭവനങ്ങളിൽ അപ്പനും അമ്മയും സംസാരിക്കുമ്പോൾ, മാതാപിതാക്കന്മാർ മക്കളോട് സംവദിക്കുമ്പോൾ മക്കൾ അത് സൂക്ഷ്മതയോടെ ഗൗരവത്തോടെ കേൾക്കണം. അവരുടെ വാക്കുകൾ എൻ്റെ ജീവിതത്തിന് പ്രസക്തമാണ്, ഒഴിവാക്കാനാവാത്തതാണെന്ന് മക്കൾ തിരിച്ചറിയുകയും വേണം. അതിനെന്താണ് പോംവഴി എന്ന ചോദ്യത്തിന് യഹോവയായ ദൈവം മോശയോട് പറയുകയാ, ഞാൻ ഇറങ്ങി വരുന്നു, നീ മല കയറണം, എൻ്റെ അടുക്കലേക്ക് നീ കടന്നു വരണം. ഇസ്രായേൽ ജനം ഒരുക്കത്തോടുകൂടെ താഴ്വാരത്ത് കാത്തിരിക്കുകയും വേണം. ഇതൊരു ഘടനയാണ്, ഇതൊരു ചുറ്റുവട്ടം സൃഷ്ടിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് അനുസരണമായൊരു ചുറ്റുവട്ടം, ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായി. സീനായ് പർവ്വതത്തിൻ്റെ പടികൾ കയറുവാൻ ദൈവം വിളിക്കുന്ന ഒരു ദൈവപുരുഷൻ ആവശ്യമുണ്ട്. ദൈവപുരുഷൻ ദൈവവുമായി നേർക്കുനേർ വരുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലവും ആവശ്യമായുണ്ട്. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും, നാം ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന തലങ്ങളിലോ നമ്മൾ ജീവിക്കുന്ന കുടുംബ സാഹചര്യങ്ങളിലോ നമ്മൾ ശുശ്രൂഷകരായി സേവനമനുഷ്ഠിക്കുന്ന സഭാ തലങ്ങളിലോ ഏത് തലത്തിലും ആയിരുന്നാലും ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ പർവ്വതം പുകയുമാറ് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അവൻ അഗ്നിയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സീനായ് പർവ്വതം പുക കൊണ്ട് മൂടി. ആ ഒരു വലിയ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം അവർ കണ്ടു. ആ സാന്നിധ്യത്തിലേക്ക് അതിനൊരു നിമിത്തമായി മോശ എന്ന ദൈവപുരുഷൻ, അതിന് സാക്ഷ്യമായി ദൈവജനം. ദൈവം ഇന്നും നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അത്ഭുതവാനായ ദൈവമാണെന്നും വിടുതൽ നൽകുന്ന വീണ്ടെടുപ്പുകാരനാണെന്നും നമുക്ക് സംഗതമായി അനുഭവപ്പെടുന്നത് ഈ ഒരു ചുറ്റുവട്ടം നമ്മൾ സൃഷ്ടിക്കുമ്പോഴാകുന്നു. വ്യക്തിപരമായി നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന തലങ്ങളിലായിരുന്നാലും, ഗാർഹിക സാഹചര്യങ്ങളിലായിരുന്നാലും, സഭാ ശുശ്രൂഷയിലായിരുന്നാലും, പരിശുദ്ധനായ പരിമല തിരുമേനി
നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. ദൈവസന്നിധിയിലേക്ക്, പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം വിളിക്കുന്ന ഒരു ദൈവപുരുഷനായി ആ കാലഘട്ടത്തിൽ പരിമല തിരുമേനി ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് 123 വർഷം അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ട് ഈ സമയം നമുക്കത് ഏറ്റവും അധികം സംഗതമായി, പ്രസക്തമായി അനുഭവപ്പെടുകയാണ്. പരിമല തിരുമേനി നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. പരിമല തിരുമേനിയുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം 9ാമത്തെ വയസ്സിൽ ഷമ്മാശനായി പട്ടമേൽക്കത്തക്ക വിധത്തിൽ സമർപ്പിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതൃസഹോദരനായ വലിയ മൽപ്പാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗീവർഗീസ് മൽപ്പാൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യസനം. എന്നാൽ ഈ ഒരു സമർപ്പണം, ദൈവസന്നിധിയിലുള്ള സമർപ്പണം പരിശോധിക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ടായി. ഗീവർഗീസ് മൽപ്പാൻ അന്നത്തെ കാലത്ത് മരുന്നുകളൊന്നും ഫലിക്കാത്ത മസൂരി രോഗം, സ്മോൾ പോക്സ് അദ്ദേഹത്തെ ബാധിക്കുകയുണ്ടായി. 1863 അത് ബാധിച്ച് ഗീവർഗീസ് മൽപ്പാൻ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. മൽപ്പാനച്ഛന് അസുഖമായി. മസൂരി വന്ന് സുഖപ്പെട്ട ഒരാളെ ശുശ്രൂഷയ്ക്ക് ആക്കിയെങ്കിലും ഗീവർഗീസ് മാഷൻ തൻ്റെ ഗുരുവിനെ വിട്ടു മാറിപ്പോകുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിച്ചില്ല. അങ്ങനെ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഫലമായി ആവണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് ഒരു സാക്ഷിയായി തീരുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നിരിക്കണം. അങ്ങനെയും ജീവിതത്തിൽ വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഫലമായി 1863 അദ്ദേഹം ദേഹവിയോഗം പ്രാപിച്ചു. പരിമല തിരുമേനി ഗീവർഗീസ് ഷമ്മാശൻ അന്ന് 14.5 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അദ്ദേഹം മൽപ്പാനച്ഛനെ വിടാതെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു, പരിചരിച്ചു കൊണ്ടിരുന്നു. തത്ഫലമായി അദ്ദേഹത്തിന് വളരെ ഗൗരവമേറിയ ഒരു മസൂരി രോഗമാണ് സംഭവിച്ചതെന്ന് നമ്മൾ വായിക്കുന്നു. ഹീമൊറാഗിക് സ്മോൾ പോക്സ് എന്ന് പറയുന്ന അപൂർവവും അത്യാപൽക്കരവുമായ മസൂരി രോഗമാണ് ഗീവർഗീസ് ഷമ്മാശനെ പിടിച്ചത്. അദ്ദേഹം വല്ലാതെ ക്ലേശിച്ചു, ശാരീരികമായി വല്ലാതെ ബുദ്ധിമുട്ടി. ആ സന്ദർഭത്തിൽ നിഷ്ഠകളൊന്നും മുടക്കിയില്ല. അനുഷ്ഠാനങ്ങൾ ഏറെ നിഷ്ഠയോടുകൂടെ പാലിക്കുന്നതിൽ അദ്ദേഹം അതീവ ജാഗരൂകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ആ സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു ദർശനത്തിന് ദൈവം അദ്ദേഹത്തിന് അവസരമുണ്ടാക്കി. ദൈവമാതാവായ മർത്തമറിയാം അമ്മയെ ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അതേസമയം ഏറെ നിഷ്ഠയോടുകൂടെ അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സന്ദർഭത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ആ ദർശനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമഗ്രമാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു അനസ്യൂതതയായിരുന്നു, ഒരു തുടർച്ചയായിരുന്നു. മുൻകാല ജീവിതത്തിൻ്റെ, അതുവരെയുള്ള ജീവിതത്തിൻ്റെ ഒരു ഉയർന്ന പടിയെന്നോണം അദ്ദേഹം പിന്നീട് പൂർണ്ണമായ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കുടുംബം വിവാഹാലോചന നടത്തിയിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് പൂർണ്ണമായും സമർപ്പിതനായി, സന്യസ്തനായി, താപസനായി ജീവിക്കുവാൻ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് ഒരു നിമിത്തം
ആയി ഈ രോഗബാധ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ടു എന്നും നാം കാണുകയായി. അങ്ങനെ അദ്ദേഹം മോശയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സീനായി മലയുടെ പടി കയറുന്നതിനുള്ള യോഗ്യത ദൈവം അദ്ദേഹത്തിന് നൽകുകയായിരുന്നില്ലേ? തീർച്ചയായും. അതിൻ്റെ ഫലമായി പർവ്വതത്തിന് ചുറ്റുപാടുമുള്ള അനേകായിരങ്ങളുടെ ജീവിതം പ്രകാശമാനമാകുന്നതിന് പരിശുദ്ധ പിതാവിലൂടെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുകയായിരുന്നു. ഇന്നും നമ്മൾ ഇവിടെ ചുറ്റി ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ നാം കാണുകയാണ്. ഈ സന്ദർഭത്തിലെന്നല്ല, ഇവിടെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന നിമിഷങ്ങൾ, പ്രാർത്ഥന കഴിഞ്ഞ് ധൂപാർപ്പണവും കഴിഞ്ഞ് ധ്യാനവും വേദവായനയും കഴിഞ്ഞ് മടങ്ങുമ്പോൾ അപ്പോഴും ജനം കാത്തു നിൽക്കുകയാണ്. എത്രയോ വർഷമായി, 10-15 വർഷമായി ദമ്പതികളായെങ്കിലും കുഞ്ഞുങ്ങളില്ല. ഈ കുഞ്ഞിനെ തലയിലൊന്ന് കൈവച്ച് അനുഗ്രഹിക്കണം. പുണ്യവാന്റെ മധ്യസ്ഥതയിൽ തമ്പുരാൻ തന്ന ദാനമാണ്. മാറാരോഗം കൊണ്ട് ബാധിതരായിരുന്ന ഒരാൾ വീണ്ടും അടുത്തു വരികയാണ്, അടുത്തയാൾ വരികയാണ്. തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനി ഇവിടെ മധ്യസ്ഥത കൊണ്ട് സൗഖ്യം ലഭിച്ച എന്നെ തുടർന്നും അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണം. യഹോവേ, സ്വർഗം ചായച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങൾ പുകയുമാറ് അതിനെ തുടയണമേ. ഇതാണ് ജീവിതത്തിൻ്റെ ഇന്നത്തെ കാലികമായ രൂപം. പരിമല തിരുമേനി ചെറുപ്പത്തിൽ തന്നെ 14 വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും അതിനു മുമ്പേ തന്നെ തുടങ്ങിയ ആ സമർപ്പണത്തിൻ്റെ പൂർത്തീകരണം, അതിലൂടെ സീനായി പർവ്വതത്തിൻ്റെ പടികൾ അദ്ദേഹം കയറുകയാണ്. അവിടെ ദൈവം ഈ പുണ്യവാനെ തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ടിട്ട് ഇറങ്ങി വരികയാണ്. അതിൻ്റെ ഫലമായി ആ പർവ്വതം പൂർണ്ണമായും പ്രകാശിതമാകുന്ന ഒരനുഭവം, ആ പ്രകാശത്തിൻ്റെ ചുറ്റുവട്ടത്തിലേക്ക് അതിൽ ആകർഷകരായി വരുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി മാറുകയായി. പരിശുദ്ധനായ പുണ്യവാന്റെ അടുക്കൽ വന്ന് മധ്യസ്ഥത അണയ്ക്കുമ്പോൾ ആ മധ്യസ്ഥതയ്ക്ക് അവനിൽ വിശ്വസിക്കുവാൻ കഴിയും. അവൻ പറയുന്നതൊക്കെയും സംഭവിക്കുന്നുവെന്ന് ശമൂവേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഈ ദർശകനും താപസനുമായ പുണ്യവാന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സമർപ്പണം അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ അവസരം നമുക്ക് പ്രത്യേകം ഓർക്കാം. പരിമല തിരുമേനിയുടെ ഒരു വലിയ സംഭാവനയായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. തീവ്രമായ നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ദൈവം നമ്മളെ സന്ദർശിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്നു. അതിൻ്റെ ഫലമായി അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുവാൻ ഒരു ദൈവപുരുഷനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ജീവിതത്തെ വിശുദ്ധീകരിക്കുമെന്നും ആ വിശുദ്ധീകരണത്തിൻ്റെ ഫലമായി അനേകരുടെ ജീവിതത്തിൽ, നമ്മുടെ തന്നെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുവെന്നും ആ വെളിച്ചത്തിലേക്ക് അനേകർ അടുത്തു വരുന്നുവെന്നുമുള്ള ആ അനുഷ്ഠാനത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ഒരു കോൺസെപ്റ്റായി, ഒരു ആശയമായി വരികയല്ല, പിന്നെയോ അത് അനുഭവമായി തീരുകയാണ്. എവിടെ നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ജീവിതത്തെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോവുകയും
ആ വിശുദ്ധീകരണം സ്വജീവിതത്തിൽ വെളിച്ചമായി മാറുകയും ആ വെളിച്ചം സാമാന്യ ജനത്തിലേക്ക് സംവേദിക്കപ്പെടുകയും സംക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരനുഭവമുണ്ട്. ഇത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ്. പരിമല തിരുമേനി ജീവിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി നവീകരണത്തിൻ്റെ അത്യധികമായ ഒരു സ്വാധീനമുള്ള ഒരു കാലഘട്ടമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആ നവീകരണം സുവിശേഷത്തെ പ്രഘോഷണമാക്കി ചുരുക്കിക്കളഞ്ഞു. ഒരു റിഡക്ഷനിസം വന്നു. സുവിശേഷത്തിന് സംഭവിച്ച ഒരു റിഡക്ഷനിസം, ഒരു ന്യൂനീകരണം എന്ന് തന്നെ പറയണം. ആ ന്യൂനീകരണത്തെ എങ്ങനെയാണ് ഈ പരിശുദ്ധ പിതാക്കന്മാർ അതിനെ തിരുത്തിയതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പരിമല തിരുമേനി അതിനൊരു നിദർശനമായി, ഒരു മാതൃകയായി നമ്മൾ കാണുകയാണ്. അനുഷ്ഠാനത്തിൻ്റെ ബലം, നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ജീവിതത്തെ ബലിഷ്ഠമാക്കുമെന്നും അത് നമ്മളുടെ ആന്തരത്തെ ശുദ്ധീകരിച്ച് തെളിച്ചമുള്ളതാക്കി മാറ്റുമെന്നും ആ തെളിച്ചത്തിൻ്റെ വെളിച്ചത്തിൽ, ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അനേകായിരങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുമെന്നുമുള്ള ഒരു തിരുത്തൽ എന്ന് പറയട്ടെ. അല്ല, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് അതിൻ്റെ മർമ്മം. നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം, ആവർത്തിച്ച് പറയുന്നു, നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനം ജീവിതത്തിൻ്റെ ആന്തരത്തെ ശുദ്ധീകരിക്കുമെന്നും അതിനെ നേരും നന്മയുമുള്ളതാക്കി തെളിച്ചമുള്ളതാക്കി മാറ്റുമെന്നും ആ തെളിച്ചത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അനേകായിരങ്ങൾ ആകർഷിക്കപ്പെട്ട് ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അടുത്തു വരുമെന്നുമുള്ള സുവിശേഷത്തിൻ്റെ കാതലായ മർമ്മം നമ്മളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നത് പരിമല തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സംഭാവനയായി ആ കാലഘട്ടം പ്രത്യേകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് മാത്രമല്ല, എക്കാലത്തും ദൈവസാന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്ന ഒരാൾ, ആവർത്തിക്കുകയാണ്, അടുത്തു ചെല്ലുന്ന ഒരാൾ അങ്ങനെ ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയുടെ പടവുകൾ, അനുഷ്ഠാനത്തിലൂടെയുള്ള ആ ഒരു കയറ്റം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് അനേകായിരങ്ങളെ അവൻ പറയുന്നത് വിശ്വസിക്കത്തക്കവണ്ണം, അവൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവം എങ്ങനെ അത്ഭുതകരമായി ഉപയോഗിക്കുന്നുവെന്നുള്ളതിൻ്റെ മാതൃകയാണ് പരിമല തിരുമേനിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഫലമായി സമകാല സമൂഹത്തെ എങ്ങനെ നമുക്ക് പരുവപ്പെടുത്തിയെടുക്കാം. അദ്ദേഹത്തിൻ്റെ ദളിതരായ സമൂഹത്തിൽ നിന്നും ഓരങ്ങളിലേക്ക് തള്ളപ്പെട്ട അയിത്തവും വേറുകൃത്യവുമുള്ള സമൂഹത്തിൽ, ആ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാമെന്നുള്ള ആലോചന ഇന്ന് എന്നത്തെക്കാളും അധികം പരിമല തിരുമേനിയുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മുടെ പഠനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വശമുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പ്രത്യേകമായി ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു ജീവിത രീതി കൊണ്ട് സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്താം, സ്വന്തം സഭയെ എങ്ങനെ നമുക്ക് ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം, ഇത് പരിമല തിരുമേനിയുടെ എക്കാലവുമുള്ള ഒരു സംഭാവനയായി നാം കാണുകയാണ്. എന്നാൽ അതോടൊപ്പം നാം ചിന്തിക്കേണ്ട വേറൊരു പാഠം, നാലാമതൊരു പാഠം പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. പരഹൃദയജ്ഞാനം ഒരു താപസന്റെ അനുഭവമാണ്. പരഹൃദയജ്ഞാനം, അടുത്തു വരുന്ന ഒരാൾ രോഗിയായി, ദുഃഖിതനായി, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പോകാൻ വഴി അന്വേഷിച്ചുകൊണ്ട് അവർ വരുന്ന സന്ദർഭത്തിൽ തന്നെ അവർ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാതെ തന്നെ
അവരുടെ ഉള്ളം അറിയുവാനുള്ള ഒരു താപസൻ്റെ സിദ്ധിയാണ് പരഹൃദയജ്ഞാനം. മറ്റുള്ളവരുടെ ഹൃദയത്തെ അറിയുവാൻ, അവർ പറയാതെ തന്നെ അറിയുവാനുള്ള ജ്ഞാനം. അങ്ങനെയുള്ള പിതാക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പരിമല തിരുമേനി അങ്ങനെയുള്ളവരിൽ മുഖ്യനായിരുന്നു എന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ അതോടൊപ്പം തന്നെ ഭൂതമായിരിക്കുന്ന, ജീവനോടെ ആയിരിക്കുന്ന ഏതൊരു ജീവിയെയും അവരുടെ ഭാഷ തിരിച്ചറിയാൻ കഴിയുക, അവരുടെ സംസാരത്തിൻ്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാക്കാനാവുക അത്യപൂർവമായ ഒരു സിദ്ധിയായി പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നാം പഠിക്കുന്നുണ്ട്. പക്ഷികളുടെ ഭാഷ, മൃഗങ്ങളുടെ ഭാഷ, അതെങ്ങനെ മനസ്സിലാക്കാനാവും? നമുക്കത് ഉൾക്കൊള്ളുവാൻ തന്നെ കഴിയാത്ര വണ്ണം നമ്മൾ വളരെ അകലെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. എന്നാൽ പരിമല തിരുമേനിയോടുള്ള പരിമല തിരുമേനിയെ പോലെയുള്ള പരിശുദ്ധൻ്റെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരനുഭവം, സഹോദരിയായ മറിയം ഏറ്റവും കൂടുതൽ പരിമല തിരുമേനിയെ വളർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ സഹോദരി, ഒരു ഗൗളി ഒരു പല്ലി ചിലച്ചപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിച്ചു. ഒരല്പമൊന്ന് മൗനമായിരുന്നതിന് ശേഷം അദ്ദേഹം ഉത്തരം പറഞ്ഞു, നോക്കൂ, ഇന്ന് നമുക്ക് മധുരഫലഹാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ആരോ തയ്യാറായി വരുന്നുണ്ട്. ഒരു തമാശ പോലെയാണ് സഹോദരിക്കും കേട്ടിരുന്നവർക്കും തോന്നിയത്. അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു വലിയ പാത്രം നിറയെ മധുരപലഹാരങ്ങളുമായി ഒരാൾ കടന്നു വരുന്നു. ഇത് ചെറുപ്പകാലം മുതൽ തന്നെയുള്ള ഒരു അത്ഭുതാവഹമായ ഒരു സിദ്ധിയായിരുന്നു. അതിൻ്റെ അർത്ഥം ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം സമർപ്പിതനായി, ദൈവാന്വേഷിയായി, പ്രാർത്ഥനാ മനുഷ്യനായി ജീവിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹം പരിശുദ്ധനായി അറിയപ്പെട്ട സന്ദർഭങ്ങളിൽ ഒരവസരം പമ്പയാറ്റിലൂടെ വള്ളത്തിൽ കടന്നു വരുമ്പോൾ നാം സാധാരണ കേട്ടിട്ടുള്ളതാവാം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലുള്ളതാണ്. അത് ഞാൻ ഉദ്ധരിക്കുന്നത് പരിമല തിരുമേനിയുടെ ജീവിതത്തിൻ്റെ സവിശേഷമായ പരിശുദ്ധിയുടെ ഒരു സിദ്ധി പ്രത്യേകം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനാ. പമ്പയാറിലൂടെ വള്ളത്തിൽ കടന്നു വരുമ്പോൾ ശിഷ്യരായ ഷമ്മാശന്മാരുമായി കൊച്ചു കൊച്ചു വലിയ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക പതിവുണ്ട്. ഒരവസരം പമ്പയാറിൻ്റെ ഒരു കരക്കിരുന്ന് ഒരു പക്ഷി ചിലയ്ക്കുന്നു. അതിന് പ്രതിസ്പന്ദനമെന്നോണം ഇങ്ങേ കരയ്ക്ക് നിന്ന് വേറൊരു പക്ഷി. ഈ ചിലച്ചിൽ കുറച്ചു നേരം, ഈ സംസാരം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ചിലപ്പോൾ കുറച്ചു നേരം തുടർന്നു കൊണ്ടിരുന്നു. അത് പിന്നെ അവസാനിച്ചപ്പോൾ ഒരു ശിഷ്യൻ, ഒരു ഷമ്മാശൻ തിരുമേനിയോട് ചോദിച്ചു, ഈ പക്ഷികൾ ഇങ്ങനെ ചിലച്ചതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം അവരോട് ചോദിച്ചു, അങ്ങനെയാ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ പക്ഷികൾ ചിലച്ചതിൻ്റെ അർത്ഥം? ഒരു കരയ്ക്ക് നിന്ന് ഒരു പക്ഷി, മറ്റേ കരയ്ക്ക് നിന്ന് മറ്റേ പക്ഷി, അതിന് മറുപടി എന്നോണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ കാതോർത്തു, തിരുമേനി എന്താണ് കൽപ്പിക്കുക? ഇതിൻ്റെ അർത്ഥമായി ഒരു കരയിൽ നിന്ന് തള്ളപ്പക്ഷി, പറക്കം പറ്റാത്ത എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കുഞ്ഞു പക്ഷിയെയും കൊണ്ട്. അപ്പൻ പക്ഷി മറുകരയിലാണ്. തള്ളപ്പക്ഷി അപ്പൻ പക്ഷിയോട് ചോദിക്കുകയാ, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതിയോ? ഞാനും കുഞ്ഞും ഇവിടെ, എങ്ങനെ ഇതിനെയും കൊണ്ട് അക്കരയ്ക്ക് വരും? ഉടനെ അപ്പൻ പക്ഷി പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഇങ്ങ് പറന്നു പോരെ. അപ്പോൾ അമ്മ, കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ അങ്ങനെയാണല്ലോ, അമ്മ പക്ഷി പറഞ്ഞു, അതൊരു പക്ഷി, പറക്കം പറ്റാത്ത പക്ഷി, ഈ നദി കുറുകെ വരുന്ന സന്ദർഭത്തിൽ തളർന്ന് വെള്ളത്തിൽ വീണുപോയാൽ. ഉടനെ അപ്പൻ പക്ഷി പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നത്?
ഞാൻ വന്നതിനെ രക്ഷിച്ചുകൊള്ളാം. ഈ സംസാരത്തിൻ്റെ പൊരുൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തള്ളപ്പക്ഷി ആ കുഞ്ഞു പക്ഷിയെയും കൊണ്ട് നദി മുറിച്ച് ഇക്കരയ്ക്ക് വരുമ്പോൾ ഒത്ത നടുവിലായപ്പോൾ കുഞ്ഞ് താഴെ വീണു വെള്ളത്തിൽ. അപ്പൻ പക്ഷി പറന്നു വന്ന് പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊത്തിയെടുത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് അപ്പൻ പക്ഷിയും അമ്മ പക്ഷിയും മറുകര പറ്റി എന്ന് ശിഷ്യർക്ക് കാണുവാൻ കഴിഞ്ഞതായി ആധികാരികമായി പരുമല തിരുമേനിയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതൊരു അത്ഭുതമായി മാത്രമേ ഒരുപക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ ഒരു പരിശുദ്ധൻ്റെ വളർച്ചയിൽ നമുക്ക് ഇന്ന് കാലികമായി പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. ഇന്ന് നമ്മൾ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും എക്കോളജിക്കൽ കൺസേൺസിനെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഭൂതതയെ അടിസ്ഥാനപരമായി സമുദ്ഭൂതമായ ഏതിനോടും ദയ കാണിക്കുന്ന ഒരു ഭാവമുണ്ടാവുമ്പോൾ ആത്യന്തികമായി അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ അറിയാൻ കഴിയുന്ന ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ഒരു പരിശുദ്ധൻ ഉയരുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ പ്രകൃതിയുടെ ദുരന്തത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്യന്തികമായി അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പരുമല തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്ന കാലികമായ ഒരു പാഠമായി നമ്മൾ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഞാൻ ഇവിടെ ആവർത്തിച്ച് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ലോകത്തിൽ ജീവിച്ചിരുന്ന പരിശുദ്ധന്മാരെ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് മുതൽ ഇങ്ങോട്ട് പാമ്പാട് തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് പരുമല തിരുമേനിയുടെ ജീവിതത്തിലുണ്ടായ ഈ ഭൂതദയയിൽ നിന്ന് ഉണ്ടാകുന്ന സ്നേഹവും അതിൻ്റെ ഭാഷ മനസ്സിലാക്കുവാനുള്ള ഒരു ഔന്നത്യമാർന്ന ഒരു പരിശുദ്ധിയുടെ ഒരു നിലയും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭം പരിശുദ്ധിയുടെ പടവുകൾ കയറി സീനായ മലയുടെ ഉന്നതങ്ങളിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുന്ന മോശയെപ്പോലെ നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടും നന്മതിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആന്തരത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു സമർപ്പിതമായ ഹൃദയത്തിൻ്റെ ഉടമയെന്നുള്ള നിലയിലും അങ്ങനെ ജീവിതത്തെ പരിപാവനമാക്കിയ ഒരു പരിശുദ്ധൻ്റെ ഓർമ്മയിലാണ് നമ്മളിപ്പോൾ. പരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. രാത്രി പ്രാർത്ഥനയുടെ 4-ാം ഖൗമ വിശുദ്ധ കുർബാന ചൊല്ലുന്ന വൈദികൻ, കാർമ്മികൻ ചൊല്ലുന്ന ഒരു പൊതു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പഴയ നിയമകാലത്തെ പരിശുദ്ധന്മാര്, പുതിയ നിയമകാലത്തെ പരിശുദ്ധന്മാര്, സഭയുടെ സ്വാതന്ത്ര്യ കാലഘട്ടം കഴിഞ്ഞ് സ്വാതന്ത്ര്യം വരുന്നതിന് മുമ്പുള്ള പീഡയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹോദരന്മാരെ ഓർത്തുകൊണ്ട് ഇവരെ എല്ലാവരെയും സംവഹിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഒരു കാർമ്മികൻ ഒരുങ്ങുന്നത്. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരു വാചകം സുറിയാനി മൂലത്തിൽ ഇങ്ങനെയാണ്: ഫീസിനോക്ക് ആമാൻ വഹലോഫൈൻ ബുമെതുലോസാൻ എന്നാണ്. പരിശുദ്ധരായ മാതാവ് ഉൾപ്പെടെയുള്ള പരിശുദ്ധരെ, ഞങ്ങളോടൊപ്പം നീ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രതി ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധന്മാരുടെ ഒരു വലിയ സംഘമാണ് ആ പൊതുപ്രമിയോനിൽ നമുക്ക് കാണാനാവുന്നത്. പഴയ നിയമകാലത്തുള്ള പരിശുദ്ധന്മാർ
പുതിയ നിയമകാലത്തെ ആദ്യഭാഗത്തും അതിന് ശേഷവുമുള്ള പരിശുദ്ധന്മാർ, സഹോദരന്മാർ, അതുപോലെ തന്നെ ദേറായക്കാർ, താപസന്മാർ എന്നിങ്ങനെയുള്ള നീണ്ട പട്ടിക പരിശുദ്ധ മാതാവിൻ്റെ പേര് ഉൾപ്പെടെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ആമുഖമായി മലയാളത്തിൽ അവിടെ പറയുന്ന അതിൻ്റെ ആമുഖമായ സുറിയാനിയിൽ എൻ്റെ ഒടുവിൽ ആയി മലയാളത്തിൽ പറയുകയാ, പരിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രതി പ്രാർത്ഥിക്കണം. Pray with us, pray for us and pray on our behalf. ഇതൊരു വലിയ വിശ്വാസ സത്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, we are not praying in isolation. We are praying together with the saints. We are praying along with them. And we ask them to pray on our behalf. നമ്മളോടുകൂടെ നമുക്ക് വേണ്ടി നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ മൂല്യമാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ദൈവത്തോടൊപ്പം വയ്ക്കുകയല്ല, ദൈവപുരുഷനായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാതാവ് ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാരോടൊപ്പം ദൈവതിരുസന്നിധിയിൽ നിൽക്കുന്ന ആ വലിയ സംഘത്തോട് ചാർന്നു നിന്നുകൊണ്ട് മാത്രമല്ല, സ്വർഗവും ഭൂമിയും ഇവിടെ ഒന്നാവുകയാ, പറയുകയാ, ഞങ്ങളോടൊപ്പം നീ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണം, ഞങ്ങളെ പ്രതി ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ ലോകഭീഷണത്തിൻ്റെ സമഗ്രഭാവം നമുക്ക് തിരിച്ചറിയുവാൻ കെൽപ്പുണ്ടാവുകയാണ്. നമ്മൾ നമ്മളെ സംബന്ധിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ കാണാറായ ലോകം, ഈ കാണാറാവുന്ന മനുഷ്യർ, ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ അതിൻ്റെ ക്ഷേമം, അതുമാത്രമേ നമ്മളുടെ അന്വേഷണമുള്ളൂ പ്രായോഗികമായി നോക്കുമ്പോൾ. എന്നാൽ പിതാക്കന്മാർ നമ്മളോട് പറയുകയാ, സ്വർഗം ഇറങ്ങി വരുന്നു. ദൈവം ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധരും അവരോടൊപ്പം ഇറങ്ങി വരികയായി. ഈ ലോകത്തിലായിരിക്കുന്ന, ജഡത്തിലായിരിക്കുന്ന നമ്മൾ അവരോട് ചേരുകയായി. ഇഹവും പരവും ഒന്നിച്ച് സമ്മേളിക്കുകയായി. സ്വർഗവും ഭൂമിയും ഒന്നിച്ച് ചേരുകയായി. അവിടെ പരുമല തിരുമേനി ഉൾപ്പെടെയുള്ള പരിശുദ്ധന്മാർ നമ്മോടൊപ്പമാവുകയായി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായി, നമ്മളെ പ്രതി ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയായി. ഇതൊരു ലോകത്തിൻ്റെ മുഴുസങ്കല്പമാണ്, സമഗ്ര സങ്കല്പമാണ്. അങ്ങനെയുള്ള ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് ഉയരുവാൻ പരുമല തിരുമേനി നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. പുണ്യവാനും താപസനുമായ പരുമലമാർ ഗ്രിഗോറിയോസിൻ്റെ ജീവിതം നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇതാ ഒരു ദൈവപുരുഷൻ ദൈവവുമായി നിരന്തരം നിഷ്ഠയോടുകൂടെ ഉള്ള അനുഷ്ഠാനത്തിലൂടെ തപശ്ചര്യകളിലൂടെ ദൈവസന്നിധിയിലേക്ക് ബന്ധപ്പെടുന്നതിൻ്റെ ഫലമായി ദൈവം ഇറങ്ങി വരുന്നു. ഇന്നും അത് സംഭവിക്കേണ്ടതുണ്ട്. പർവ്വതം പുകയേണ്ടതുണ്ട്, അഗ്നി അവിടെ ഇറങ്ങേണ്ടതുണ്ട്, ദൈവസാന്നിധ്യം സംഭവിക്കേണ്ടതുണ്ട്. അതിന് മാതൃകയായി നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് പരിശുദ്ധനും പുണ്യവാനുമായ പരുമല തിരുമേനിയാണ്. അങ്ങനെ ഒരു ഘട്ടം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ, നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴേ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വ്യാപാരം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന പാഠം പരിശുദ്ധ പരുമല തിരുമേനിയുടെ 123-ാം പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭം അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കുഞ്ഞേ, നിന്റെ ജീവിതം സമർപ്പിതമായോ? ദൈവവുമായി നിന്റെ ജീവിതം ചേർന്നു പോകുവാൻ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഇടങ്ങളിലേക്ക് സന്നിഹിതനാകുവാൻ തക്കവണ്ണം
ആ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു പാഠമായി തീരത്തക്കവണ്ണം നീ സമർപ്പിതനായോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി ഭൗതികമായ നമ്മളുടെ ആവശ്യങ്ങളെ അവൻ്റെ തിരുസന്നിധിയിൽ വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളുടെ യാതനകളെയും വേവലാതികളെയും അവൻ സമർപ്പിക്കും, സംശയമൊന്നുമില്ല. എന്നാൽ പരിബലത്തിനുമേനി ഒരു പടി കൂടെ ഉയർന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ആകട്ടെ നീ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ തക്കവണ്ണം നീ ഒരുങ്ങിയോ? നിന്റെ ഭവനം ഒരുങ്ങിയോ? മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരത്തക്കവണ്ണം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്നിലൂടെ ദൈവം ഇന്നും പ്രവർത്തിക്കേണ്ടതിന് നീ സന്നദ്ധയായോ എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷവും പുണ്യവാൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒത്തുകൂടുവാൻ തന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് അർപ്പിക്കാം. ദൈവം നമ്മളുടെ ജീവിതത്തിൽ പരിമരത്തിനുമേനയുടെ ജീവിതത്തിൽ എന്നതുപോലെ യാഥാർത്ഥ്യമാകുവാൻ ദൈവതിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ഞാൻ